പുഷൈമ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായ രീതിയിൽ പെട്ടെന്ന് എങ്ങനെ ഒരു കറി ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മൾ സൂപ്പർ ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കുന്നത് പപ്പടമാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. പപ്പടം ഉപയോഗിച്ച് നല്ലൊരു അടാറ് കറി ഉണ്ടാക്കാം. അപ്പൊ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 പറ്റൽ മുളക് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയതിനു ശേഷം 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. വഴറ്റിയതിനു ശേഷം അല്പം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതിനു മുമ്പായി ഞങ്ങൾ ഒരു 10 പപ്പടം ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇലയും 2-3 പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു കറി റെഡിയായി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.